കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. കൊല നടത്താനായി പോകുന്നതും തിരിച്ച് സിസിടിവിയുടെ ഹാർഡ് ഡിസ്കുമായി വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തെളിവെടുപ്പിനായി അമിത്തിനെ കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വസതിയിലെ സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് മാറ്റിയിരുന്നു രാജൻ അമിത്. തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിന് കാരണം പ്രതികാരമാണ് എന്നാണ് പ്രതി അമിത്തിന്റെ മൊഴി. ഗർഭകാലത്ത് ഭാര്യയെ പരിചരിക്കാൻ വിജയകുമാർ അനുവദിച്ചില്ല. അമിത് ജയിലിലായിരുന്ന കാലത്ത് ഗർഭം അലസിപ്പോവുകയുണ്ടായി. ഇതിന്റെ വൈരാഗ്യം കൊണ്ടാണ് വിജയകുമാറിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് മൊഴി. വിജയകുമാറിനെ മാത്രം കൊല ചെയ്യാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ കൊലപാതക സമയത്ത് വിജയകുമാറിന്റെ ഭാര്യ മീര ഉണർന്നത് കാരണമാണ് അത് മീരയുടെ കൊലപാതകത്തിലേക്ക് കൂടി നയിച്ചതെന്നും അമിത് ഒറാങ് മൊഴി നൽകിയതായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. അമിത് ജോലി ചെയ്ത ഇടങ്ങളിൽ സിസിടിവി ദൃശ്യമാണ് കാണുന്നത്. കൊലപാതകം നടത്താനായി അമിത് പോകുന്നതും തിരിച്ച് ഹാർഡ് ഡിസ്കുമായി വരുന്ന കാര്യങ്ങളാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. സിസിടിവിയുടെ ഹാർഡ് ഡിസ്കുമായി അമിത് മടങ്ങി വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇതേത് സിസിടിവിയുടെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്? അതിനകത്ത് വ്യക്തമാകുകയാണോ വിജയകുമാറിന്റെ വസതിയുടെ സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് തന്നെ കൊണ്ടുപോകുന്നതെല്ലാം പോലീസ് സ്ഥിരീകരിക്കുകയാണ് അല്ലേ? അപർണ, ഈ CCTVയിൽ കൗതുകകരമായ എന്തെങ്കിലും ഒന്നില്ല. കഴിഞ്ഞ ദിവസം പോലീസ് വിശദീകരിക്കുകയും പ്രതി മൊഴി നൽകുകയും ചെയ്ത കാര്യങ്ങളാണ് ഈ DVRുമായി പോകുന്നതും ഈ തോട്ടിൽ കളയുന്നതുമെല്ലാം. അത് ഒരു ദൃശ്യങ്ങളിൽ അത് ഒന്ന് വ്യക്തമാകുന്നു. അതായത് ഇതുവരെ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് SP നേരത്തെ മാധ്യമങ്ങളെ കണ്ടതനുസരിച്ച് ഈ പ്രതി പിടിക്കപ്പെട്ട ശേഷം പിന്നെ എല്ലാ കാര്യങ്ങളും പോലീസിനോട് കൃത്യമായി തുറന്നു പറയുന്നു എന്നുള്ളതാണ്. എവിടെയാണ് DVR കളഞ്ഞത്, എവിടെയാണ് മൊബൈൽ ഫോൺ കളഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് പോലീസ് ഇന്നലെ തെളിവെടുപ്പുമായി പ്രതി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി എത്തുകയും ചെയ്തത്. ഫലത്തിൽ അത് ശരിയായിരുന്നു. അതേപോലെ തന്നെ ഏതാണ്ട് സമയമെല്ലാം വ്യക്തമാകുന്ന രീതിയിലാണ് ഈ CCTVയുടെ ദൃശ്യങ്ങളും വന്നിരിക്കുന്നത്. ഈ CCTVയിൽ പ്രതി പോകുന്നതും തിരിച്ച് മടങ്ങുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. DVRുമായി പോകുന്നതും അതിനുശേഷം മടങ്ങുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇന്നലെയും സമാനമായ രീതിയിൽ, അതായത് ഈ വീടിനോട് ചേർന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, വീടിന്റെ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെ പോയാണ് ഈ ഒരു സംഭവം, അതായത് ഈ കൊലപാതകം നടത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് പ്രതി നൽകിയ മൊഴി. അവിടേക്ക് വളരെ വേഗം എത്താനായി ഏതാണ്ട് ഒരു 1/2 മണിക്കൂറോളം, അതായത് തൊട്ട് തലേ ദിവസമാണ് ഈ DVR ഈ തോട്ടിലെറിയുന്നത്. വലിയ ആഴമില്ലാത്ത തോടാണ്, ചെളി ഉണ്ടായിരുന്നു. ഈ ചെളിയിൽ നിന്ന് ഈ DVR കണ്ടെടുക്കുന്നത്. എന്തായാലും അതിന് സമാനമായ രീതിയിലായിരുന്നു മൊബൈൽ ഫോണും കളഞ്ഞത്. എന്തായാലും ഈ നഗരത്തിൽ പലയിടത്ത് ഇങ്ങനെയുള്ള CCTVകളുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ പല ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ കൊല ചെയ്യാൻ പോകുന്ന ശേഷവും തിരിച്ചു വരുന്ന ശേഷവുമുള്ള കടയിലെ CCTVകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള CCTVകൾ ഇതിൽ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ളതാണ് ഈ വിരലടയാളങ്ങൾ. അതേതാണ്ട് 11 സ്ഥലത്ത് നിന്ന് പ്രതിയുടേതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി നിരവധി രേഖകളും തെളിവുകളും ഒക്കെ അടങ്ങിയ ഒരു കേസ് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതി തന്നെ പ്രത്യേകിച്ച് കുറ്റസമ്മതം നടത്തുകയും ചെയ്തൊരു സാഹചര്യം കൂടി ഉണ്ട്. മൊബൈൽ ഫോണിൽ അടക്കമുള്ള വിവരങ്ങൾ, മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്, സാമ്പത്തിക തട്ടിപ്പ്, മുൻ പ്രതികാര സാധ്യതകൾ, ഇതെല്ലാം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇത്തരം തെളിവുകൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് കേസ് അന്വേഷണത്തിന് സഹായകരമാണ്.
അതായത് ഇനി മറ്റു ഏതെങ്കിലും സഹായം ഉണ്ടായിട്ടില്ല, ഇത് ഒറ്റയ്ക്ക് അമിത് ചെയ്തത് എന്നുകൂടി പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണല്ലോ എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ വരുന്നത്. ആ കാര്യത്തിലും പൂർണ്ണ സ്ഥിരീകരണം ആവുകയാണ് അല്ലേ ശ്രീത? തീർച്ചയായും പറഞ്ഞ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത് ഇന്നലെ ഈ DVRന്റെ തെളിവാണ്. ഇപ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, പുറത്ത് ചർച്ചകൾ നടക്കുന്നു. ഒരു പ്രതിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നു. അതിനെല്ലാം കൃത്യമായ ഉത്തരം കിട്ടുന്നതാണ് ദൃശ്യങ്ങൾ. ഈ പ്രത്യേകിച്ച് ഈ വീടിനുള്ളിലെ DVR, ഈ CCTVയുടെ DVR കോടതിയാണ് ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് കോടതിയിൽ സമർപ്പിച്ച ശേഷം അയക്കുക. അതിലുള്ള ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ ഈ പ്രതി ഒറ്റയ്ക്കാണ് ഇതിനുള്ളിലേക്ക് കടന്നത് എന്നതുകൂടി വ്യക്തമാകുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും. ഈ പോകുന്നതും വരുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. ഒരു തൊഴിലാളി ഓട്ടോറിക്ഷയിൽ കയറി തിരുവാതിക്കൽ ഇറങ്ങിയ ശേഷമാണ് ഈ വീട്ടിലേക്ക് എത്തി കൊല ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും പ്രതിയുടെ മൊഴിയിലോ അതല്ലെങ്കിൽ ഈ കണ്ടെടുത്ത തെളിവുകളിലോ ഫിംഗർ വിരലടയാളങ്ങളിലോ ഒന്നും മറ്റാരുടെയും സാന്നിധ്യമില്ല എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ രണ്ടുപേരെ, പ്രത്യേകിച്ച് ഇത്രയും കോമ്പൗണ്ട് ഉള്ള ഒരു വീട്ടിനുള്ളിൽ കയറി രണ്ടുപേരെ കൊല ചെയ്യാൻ ഈ പ്രതിയെ സംബന്ധിച്ച് ഈ 65 വയസ്സും 62 വയസ്സുമുള്ള രണ്ടുപേരെ കൊല ചെയ്യാൻ കാര്യങ്ങൾ എളുപ്പമായി മാറി. പ്രത്യേകിച്ച് ഈ വീടുമായി പരിചയമുണ്ട്. ഈ വീടിന്റെ മുകളിലത്തെ ഡോറിന് കുറ്റിയില്ലെന്നും താഴെ മാത്രമാണ് കുറ്റിയുള്ളതെന്നും ഒക്കെ കൃത്യമായി അറിയുന്ന ആളാണ്. ഈ ഡോറിനോട് ചേർന്നാണ് ഈ ജനലുള്ളത്. അതുകൊണ്ട് അതുവഴി തുറന്നാൽ ഇത് കയറാമെന്ന് ധാരണയുള്ള ആളാണ് ഈ പ്രതി. അങ്ങനെ വീടിനെ കുറിച്ച്, വീടിന്റെ മുക്കും മൂലയും കൃത്യമായി അറിയുന്ന ആളാണ്. ഈ മതിൽ ചാടിക്കടക്കണമെങ്കിൽ, ഗേറ്റ് ചാടിക്കടക്കണമെങ്കിൽ അവിടെ ഇടയ്ക്ക് അതിൽ ചവിട്ടി നിൽക്കാൻ പറ്റുന്ന കൃത്യമായ ഇടമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് പ്രതി. അത് തുടക്കം മുതലേ ഈ കേസിൽ ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ വീടുമായി പരിചയമുള്ള ആളാണ് ഈ കൃത്യം ചെയ്തത് എന്ന് പോലും ആദ്യ ഘട്ടത്തിൽ തന്നെ നിഗമനത്തിലെത്താനും കാരണം ഇതൊക്കെ തന്നെയാണ്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന തെളിവുകൾ, പ്രത്യേകിച്ച് CCTVകൾ, വിരലടയാളങ്ങൾ, ഇതെല്ലാം പ്രകാരം ഈ ഒരു പ്രതിയുടെ മൊഴി കൂടി പരിഗണിക്കുമ്പോൾ മറ്റാരും ഈ കേസിൽ നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇവിടെ തൊട്ടടുത്തുള്ള പാറമ്പുഴ കേസിൽ 28 വയസ്സുള്ള യുവാവിനെ അടക്കം ഒരു ഇതര സംസ്ഥാന തൊഴിലാളി കൊന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടെ റോഡ് ആക്സസ് ഉള്ള സ്ഥലത്തായിരുന്നു, ചെറിയ വീട്ടിലായിരുന്നു. പക്ഷെ അപ്പോഴും നാട്ടുകാർ കാര്യമായൊന്നും അറിഞ്ഞില്ല എന്നുള്ള ആ സംഭവത്തിലും ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രി വൈകി നടക്കുന്ന കൊലപാതകങ്ങളിൽ ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ ആരെങ്കിലും കാണുക എന്നുള്ളത് വളരെ അപൂർവമായി തന്നെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ വീട്ടിൽ, ഇത്രയധികം കോമ്പൗണ്ട് ഉള്ള വീട്ടിൽ ഈ പ്രതിക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായി അവിടുത്തെ സാഹചര്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതി അമിത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മലപ്പുറം തിരൂർ